ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ കോഫി മഗ്. ഞാൻ ലിഷ. നമുക്കിന്ന് നാടൻ പയറുതോരൻ ഉണ്ടാക്കാം. എല്ലാ മലയാളികളും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണല്ലോ അച്ചിങ്ങ വിഭവങ്ങൾ. അപ്പോൾ എങ്ങനെയാണ് അച്ചിങ്ങ തോരൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി മുതൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. നമുക്ക് നമ്മുടെ അച്ചിങ്ങ തോരനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 3 കപ്പ് അച്ചിങ്ങ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഏകദേശം 350ഓളം ഗ്രാം വരും. 1 കപ്പ് തേങ്ങ ചിരകിയത്, 3 ചുവന്നുള്ളി, 3 അല്ലി വെളുത്തുള്ളി, 1 പച്ചമുളക്. ഞാൻ എടുത്തിരിക്കുന്ന മുളകിൽ നല്ല എരിവുണ്ട്, അത് കാരണമാണ് ഒരെണ്ണം എടുത്തിരിക്കുന്നത്. കുറച്ച് കറിവേപ്പില, 2 വറ്റൽമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കടുക്, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എന്നിവയാണ് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത്. ഇൻഗ്രീഡിയൻസ് എല്ലാം അടുപ്പിച്ച് വെച്ചാൽ വളരെ എളുപ്പത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. ആദ്യമായി നമുക്ക് പയറുതോരൻ ആവശ്യമായ അരപ്പ് റെഡിയാക്കിയെടുക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് ചുവന്നുള്ളി, വെളുത്തുള്ളി, മുളക് എന്നിവ ചേർത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ചിരകിയ തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഒന്നുകൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. കൂടുതൽ അരഞ്ഞു പോകരുത്, പെട്ടെന്നൊന്ന് കറക്കിയെടുത്താൽ മതി. ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം. അതിനായി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാവാൻ വയ്ക്കാം. എണ്ണ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുത്ത് പൊട്ടിച്ചെടുക്കാം. കടുക് നന്നായി പൊട്ടിക്കഴിയുമ്പോൾ വറ്റൽമുളക് ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കണം. അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ ഇളക്കി കൊടുക്കാം. ഏകദേശം 1 മിനിറ്റോളം സമയമെടുക്കും. ഇടയ്ക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറി. ഇനി നമുക്ക് ഇതിലേക്ക് നുറുക്കി വെച്ചിരുന്ന അച്ചിങ്ങയും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി ഇളക്കിയെടുക്കണം. ഞാൻ ആദ്യം കാണിച്ച ഉപ്പ് അരപ്പിന് വേണ്ടിയുള്ളതായിരുന്നു. ഇതിപ്പോൾ എക്സ്ട്രാ ചേർക്കുന്നതാണ്. ഓരോരുത്തരും ടേസ്റ്റിനനുസരിച്ച് ഉപ്പിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താം. നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് വേവിക്കണം. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വേവിച്ചെടുക്കാൻ. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരു 3-4 പ്രാവശ്യമെങ്കിലും ചെയ്യണം. പയറ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ തോരൻ കുക്കായി വരാൻ ഏകദേശം 15 മിനിറ്റോളം എടുക്കും. ഇപ്പോൾ നമ്മുടെ അച്ചിങ്ങ തോരൻ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമല്ലേ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്കിനി മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്